വർഷം 2013. അന്നാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ ദുൽഖർ സൽമാന്റെ ഹിറ്റ് പടം ഇറങ്ങിയത്. ആ ഹിറ്റ് പടം ഇറങ്ങിയപ്പോഴത്തേക്കും വേറൊരു കാര്യങ്ങളുണ്ടായി. ഒടുക്കത്തെ ബുള്ളറ്റ് പ്രാന്തന്മാരെ സൃഷ്ടിച്ചൊരു പടം കൂടെയാണ് എൻ്റെ ഒരു ടൈമിനൊക്കെ ആ സിനിമ എന്ന് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അപ്പൊ ഞങ്ങൾക്ക് ഒബ്വിയസ്ലി ബൈക്കൊക്കെ ഓടിച്ച് ഒരുമാതിരിപ്പെട്ട അന്ന് 220 ഉണ്ട്, കരീസ്മയുണ്ട്, പിന്നെ അപ്പാച്ചി ഉണ്ട്, RTO 180. ഇതൊന്നും അല്ലാതെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെന്തോ വലിയ സംഭവമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. എനിക്ക് സംഭവം സത്യമായി പുച്ഛമാണ്. കാരണം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇത് പോരാ, ഭയങ്കര മെയിൻ്റനൻസ് ആണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിയോട്ട് കേട്ട് എനിക്കൊരു പുച്ഛമാണ്. പക്ഷെ എൻ്റെ അനിയനൊക്കെ ഭയങ്കര ബുള്ളറ്റ് അഡിക്റ്റ് ആണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു നമുക്കൊന്നും എടുക്കാം, എന്തായാലും കണ്ടില്ലേ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്, ക്വാളിറ്റി കണ്ടില്ലേ, നമ്മൾ നിന്നിപ്പി നേപ്പാളൊക്കെ പോകാൻ പറ്റും, അത്ര ക്വാളിറ്റിയുള്ള ബൈക്കാണെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനും ഓർത്ത് അങ്കി ഒന്ന് എന്തായാലും നിർത്തേക്കാന്ന് പറഞ്ഞ് നേരെ OLX തപ്പി ഒരു 2002 മോഡല് തണ്ടർബേർഡ്, ഒരു AVL തണ്ടർബേർഡ്, നോർമൽ തണ്ടർബേർഡ് അല്ല, AVL, അതായത് ഓസ്ട്രിയൻ കമ്പനിയായിട്ടുള്ള AVL ഡിസൈൻ ചെയ്ത എഞ്ചിനുള്ള തണ്ടർബേർഡ്. ഒരു രക്ഷയില്ലാത്ത കംഫർട്ടുള്ള വണ്ടിയാണ്. ഇതുവരെ ഓടിച്ച ബൈക്കുകളിൽ എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കംഫർട്ട് തരുന്ന ഒരു ബൈക്കായിരുന്നു ഈ AVL തണ്ടർബേർഡ്. ഇതെന്റെ ക്ലാസിക് ഫൈൻഡറാണ്. ഇതൊന്നും കംഫർട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യത്തേ ഇല്ല. അതുപോലെ കംഫർട്ടാണ്, ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്. പക്ഷെ അതിൻ്റെ ഉള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഡ്രം ബ്രേക്കേ ഉള്ളൂ. ഡ്രം ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ എനിക്ക് ഈ നമ്മുടെ ബൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പ്ലെൻഡറൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയ ഡ്രമ്മാണ് ഈ സ്പ്ലെൻഡറിനൊക്കെ വരുന്നത്. ഈ തണ്ടർബേർഡിന്റെ ഡ്രം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതിന് മുടിഞ്ഞ പിടുത്തമായിരിക്കും, ഇത്ര വലിയ ഡ്രം ആയതുകൊണ്ട് ഭയങ്കര പിടുത്തമായിരിക്കും, ഡിസ്കിന്റെ ഒക്കെ പവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്ക് പിന്നീട് അത് മനസ്സിലായി. അങ്ങനെ കൃത്യം 3 മാസമല്ല, ഒരു മാസം കറക്റ്റ് ആയപ്പോഴത്തേക്കും ഞാനത് ലോങ്ങിനൊക്കെ കൊണ്ടുപോയി തുടങ്ങി. കുഴപ്പമില്ല. ആദ്യം ഒരു കോയിൽ കത്തിപ്പോയി, എടുത്ത പാടെ ഒരു 2ാമത്തെ ആഴ്ച ഒരു കോയിൽ കത്തിപ്പോയി, വണ്ടിക്ക് ചെറിയ മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, നേരെ കൊണ്ട് കോയിലും മാറി. അങ്ങനെ ചിലവായി 14,000 രൂപ. പിന്നെ ഈസിന്റെ വട വേറെ, തള്ളാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ നിർത്തുന്നിടത്തുനിന്ന് പിന്നെ വണ്ടി ഈസി കെറ്റിയെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കുടിഞ്ഞ വെയിറ്റ് ആണ്. അങ്ങനെ കോവിലൊക്കെ മാറി ഞാൻ നടക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. ഈ തണ്ടർബേർഡ് AVL എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എൻ്റെ ഏരിയയിൽ, ഞാൻ കേരളത്തിന്റെ പകുതി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ടയാണ് എൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം ഓടിച്ചാൽ എനിക്ക് ഒരു മടിയും വരത്തില്ല. കാരണം വെച്ചാൽ അത്ര സ്മൂത്താണ്. നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ട്രെയിൻ പോലെയൊക്കെ എനിക്ക് തോന്നാറ്. ബൈക്കുകളിലെ ട്രെയിനാണ്, സൗണ്ട് വേറെ, എഞ്ചിന്റെ വൈബ്രേഷൻസ് ഒന്നും നമ്മുടെ അടുത്ത്, ഈ സൗണ്ടും ഒരു വൈബ്രേഷൻ ഇല്ലായ്മ, അതായത് ഒരു മിനിമം സ്പീഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 50 കിലോമീറ്ററിലൊക്കെ ഇപ്പോൾ ഒരു വൈബ്രേഷനും ഇല്ല, ഈ സൗണ്ട് മാത്രം. ഒരു വല്ലാത്ത ഫീലുള്ള വണ്ടി തന്നെയാണ്. പക്ഷേ ഞാൻ അപ്പോഴത്തേക്കും ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാനപ്പോൾ ഇതുകൊണ്ട് പാലയിൽ പോകുന്നു, കോട്ടയം പോകുന്നു, പിന്നെ ഇടുക്കി പോകുന്നു, എല്ലായിടത്തും ഈ ഫുൾ ടൈം എൻ്റെ കൂടെ ഉള്ളത് തണ്ടർബേർഡാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്, 35-40 മൈലേജ് ഉണ്ട്. ഞാനങ്ങനെ നിരന്തരം ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു പണി കിട്ടിയത്, നല്ലൊരു ആക്സിഡന്റിന്റെ പണി കിട്ടിയത്. കാരണം വെച്ചാൽ എൻ്റെ വീടിനപ്പുറത്ത്, 10 വീടിനപ്പുറത്ത് ഒരു സാറുണ്ട്. പുള്ളി കോൺഗ്രസിലെ വലിയൊരു മുതിർന്ന പ്രവർത്തകനാണ്. ഇപ്പൊ പുള്ളിയുടെ മോൻ അമേരിക്കയിലാണ്. പുള്ളിയുടെ മോൻ വന്നപ്പോഴത്തേക്കും ഒരു പുതിയൊരു ഹോണ്ട സിറ്റി മേടിച്ച് വീട്ടിട്ടിട്ട് പോയി. അപ്പം സാറും ഭാര്യയും കൂടെ ആ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 4 രജിസ്റ്റേർഡ് വണ്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാനിറങ്ങിയത്. എനിക്കൊന്ന് അമ്പലത്തിൽ വല്ലതും കൊണ്ടുപോയത് വല്ലതായിരിക്കും. നേരെ പുറത്തിറങ്ങിയതാണ്. അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് പാലയം തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വീട് തിരുവമ്പാട് സ്കൂൾ വഴിയാണ് എൻ്റെ വീട്ടിലോട്ടും ഇങ്ങേറെ വീട്ടിലോട്ടും പോകേണ്ടത്, സാറിൻ്റെ വീട്ടിലോട്ടും പോകേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് തിരുവമ്പാട് സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കും ഇങ്ങേറെ വണ്ടി ഹോണ്ട സിറ്റി ഫ്രണ്ടിലുണ്ട്, ഞാൻ പുറകിലുണ്ട്. ഹോണ്ട സിറ്റി പെട്ടെന്നൊരു കുട്ടി വട്ടം ചാടി ഒറ്റപ്പെടുത്തം പിടിച്ച് ബ്രേക്ക്. ഹോണ്ട സിറ്റി ആയതുകൊണ്ട് അത് അപ്പം തന്നെ നിന്നു. ഞാനൊരു 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ, 55-60, അതിൻ്റെ അപ്പുറം ഞാൻ സ്പീഡ് എടുത്തിട്ടില്ല. ഞാനും പിടിച്ചു ബ്രേക്ക്. പിടിച്ചിട്ട് വണ്ടി അറിഞ്ഞു പോലുമില്ല, നേരെ വണ്ടി വരെ ഒഴുകി വന്നിട്ട് ഒറ്റടി ഹോണ്ട സിറ്റി ബമ്പറെല്ലാം കൂടെ തകർന്ന് താഴുണ്ട്. സാറിന്റെ ഭാര്യയുടെയൊക്കെ മുഖം മാറി, പുള്ളിയുടെ മുഖം മാറി. കാരണം പുത്തൻ വണ്ടിയാണ്. അവര് ആദ്യം തന്നെ സങ്കടം വരുന്നൊരവസ്ഥയാണല്ലോ, അത് വന്നവർക്കല്ലേ അറിയത്തുള്ളൂ. ഞാനും ആകപ്പാടെ വല്ലാണ്ടായിപ്പോയി. പുള്ളി പറഞ്ഞ് വണ്ടി എടുത്ത് പുറകെ വരാൻ പറഞ്ഞു. ഞാൻ ശരി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, കാരണം എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ്. ഇൻഷുറൻസിന്റെ ക്ലെയിമിന്റെ കാര്യമൊന്നും ഞാൻ അപ്പോൾ ആലോചിച്ചില്ല. ഞാൻ വരെ വണ്ടി എടുത്ത് പുറകെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഷോറൂമിൽ ചെന്ന് കാണിച്ചപ്പോഴത്തേക്കും ഹോണ്ട സിറ്റിയുടെ ബമ്പറിന്റെ വിലയെന്ന് വെച്ചാൽ വെറും 22,000 രൂപയുണ്ട് കേട്ടോ. ഞാൻ 2013 22,000 രൂപ ഹോണ്ട സിറ്റി ബമ്പറിന്.
ഞാനപ്പോഴത്തേക്കും പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ ഇപ്പം പൈസ എടുക്കാനില്ല, അല്ലെങ്കിൽ ഒരു പണി ഈ തണ്ടർബേർഡ് വെച്ചോ. അതിനാണ് ഒരു കംപ്ലൈന്റ് ഉള്ളത്. ഈ വണ്ടി അടിച്ച് പപ്പടമാക്കിയെങ്കിൽ തണ്ടർബേർഡിന് ഒരു പ്രശ്നമില്ല, ചെറിയ എയർ കുറഞ്ഞ ഫ്രണ്ടിലെന്നല്ല, അതൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ പറഞ്ഞു വേണേ എൻ്റെ ബൈക്കിൽ വെച്ചിട്ട് ഞാൻ ഓട്ടോ വിളിച്ചോ അല്ല ബസ്സിൽ പോയിക്കോളാം, ഷോറൂമിൽ വേണേ ഒരു ഉറപ്പിനിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നല്ല സാറേ ഒരു കാര്യം ചെയ്യാം, കറക്റ്റ് 22-ാം തീയതിയാണ് എനിക്ക് ശമ്പളം വരുന്നത്, ഞാൻ 22-ാം തീയതി സാറിനെ വിളിക്കാം, അപ്പം സാറ് പറഞ്ഞാൽ മതി എപ്പോഴാണ് പൈസ ഇട്ട് തരേണ്ടത്, ഞാൻ ഫുൾ എമൗണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കുറ്റമാണ്, ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം അപ്പം ചിന്തിക്കുന്ന പോലുമില്ല. ഞാനപ്പോൾ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോകുന്നു. ശമ്പളം വന്നു 22-ാം തീയതി ആയപ്പോൾ ഞാൻ പുള്ളിയെ തിരിച്ചു വിളിച്ചു. അതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു എടാ മോനെ പൈസ വേണ്ട. സത്യം പറഞ്ഞാൽ ബൂട്ടാൻ ബമ്പർ അടിച്ച അവസ്ഥയാണ്. കാരണം 22,000 രൂപ ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് പോകുന്നു പറഞ്ഞ് ഉറപ്പിച്ചിരുന്നത് പോകുന്നില്ലെന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ടല്ലോ. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു പൈസ വേണ്ട. ഞാൻ മോനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും അച്ഛാ ഇനിയും ചിലപ്പോൾ തട്ടുമുട്ടൊക്കെ ഉണ്ട്, വണ്ടി റോഡിൽ കൂടെ ഉണ്ടല്ലേ, വിട്ടേക്ക്, നമുക്ക് ആ പയ്യൻ്റെ അടുക്കൽ പൈസ വേണ്ട, എന്തായാലും നീ വിളിച്ചല്ലോ, വലിയ കാര്യം എന്ന് പറഞ്ഞു. സാറേ ഞാൻ വിളിച്ച്, ഞാൻ എന്തായാലും എൻ്റെ പൈസ ഇപ്പോഴാണ് വന്നത്, അത് ഞാനെൻ്റെ ശമ്പളം കറക്റ്റ് ഇത്രേ ഉള്ളൂ, ഞാനത് മൊത്തം കൊണ്ട് തരാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. ലോട്ടറി അടിച്ച ഫീല്. നേരെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു വർഷം എൻ്റെ കൂടെ തണ്ടർബേർഡ് ഉണ്ടായിരുന്നു. ഈ ഒരു വർഷം കൊണ്ട് പുള്ളി 3 കോയിൽ എന്നെ കൊണ്ട് മാറ്റിച്ചിട്ടുണ്ട്. പല വർഷത്തിലായിട്ട് പലപ്പോഴും കിടപ്പാണ്. അങ്ങനെ കോയിൽ മാറി 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 ഒരു രക്ഷയായി. അങ്ങനെയാണ് നമ്മൾ ആലോചിച്ചത് എന്തായാലും ബ്രേക്കും ഇല്ല, ഈ ഒടുക്കത്തെ മെയിൻ്റനൻസ്, ഈ കോയിലിൻ്റെ കംപ്ലൈൻറ്റും. അങ്ങനെ ഞങ്ങൾ അതങ്ങനെ കൊടുത്തു. ഇതാണ് എൻ്റെ തണ്ടർബേർഡ് ഓർമ്മ.